ഇംപ്രൂവ് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. സോ ആദ്യത്തെ കാര്യം, എസ്പെഷ്യലി ഇപ്പം ഡയറക്ട് സെല്ലിങ്ങിനകത്ത് അല്ലെങ്കിൽ RCM ബിസിനസ്സിനകത്ത് പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല. വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, എന്തിനാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് തീർച്ചയായിട്ടും ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണം? വാല്യൂ വേണം, അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആള് വരുന്ന നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ലീഡർ ആവണമെന്ന് ഒരു ലീഡർ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ അപ്ലൈൻ ലീഡേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ആഗ്രഹിക്കണമെങ്കിൽ അദ്ദേഹം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. പലപ്പോഴും ഒരു പുതിയ വ്യക്തി ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഡയറക്ട് സെല്ലിംഗ് ഈസ് എ ഫ്രീഡം ബിസിനസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരുപാട് ക്വാളിറ്റീസ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇന്ന് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുന്ന സമയത്ത് ഏറ്റവും അധികം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു ഫ്രീഡം ബിസിനസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ബോസ് ഇല്ല. ആരും നിങ്ങളുടെ പുറകെ എന്താ പറയുക ഒരു ലെൻസ് വെച്ച് നടക്കുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിൽക്കാം എന്നാണ് ഈ സിസ്റ്റത്തിനകത്ത് പറയുന്നത്. ബട്ട് ഇത് ഒരു ബെനിഫിറ്റ് ആയിട്ടല്ല ആളുകൾ എടുക്കുന്നത്. ഇത് ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് പല പുതിയ ആൾക്കാരും ഇതിനെ എന്താ പറയുക കാണുന്നത്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞിട്ടുള്ള വേർഡ് ആണെങ്കിലും ഇതിന്റെ അർത്ഥം ഇതല്ല. നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഫ്രീഡം കിട്ടുമെന്ന് മാത്രമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യേണ്ട, അതുകൊണ്ട് നിങ്ങൾ കാശ് കിട്ടുമെന്ന് ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. ജോലി ചെയ്യാതെ ലോകത്ത് ഒരു സ്ഥലത്തും ഒന്നും കിട്ടാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത് പറഞ്ഞിട്ടുള്ള എന്താണ്, നിങ്ങൾക്ക് നാളെ ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ, നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രീഡം, നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ, നിങ്ങൾക്ക് ഫാമിലി എൻജോയ് ചെയ്യണമെങ്കിൽ, ആ ഒരു ഫ്രീഡം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇതിനകത്ത് നന്നായിട്ട് വർക്ക് ചെയ്ത് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങളോട് ആരും ചോദിക്കാനും പറയാനും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട എന്നൊരർത്ഥം ഇതിനകത്തില്ല. ബട്ട് ഈ ഒരു ഒറ്റ കാരണം, ഇത് ആരും നമ്മളെ പുറകെ നടന്ന് ചോദിക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ആർക്കും എന്താ പറയാ, ആരും എന്നെ എന്താ പറയാ എന്താ പറയാ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയ വ്യക്തിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പല പുതിയ ആൾക്കാർ എന്ത് ചെയ്യില്ല, വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, ഇതിൽ വർക്ക് മര്യാദയ്ക്ക് ചെയ്യില്ല. സോ ആ വ്യക്തികളോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, ഏൺ ഫസ്റ്റ്, എൻജോയ് ലേറ്റർ. ആദ്യം നിങ്ങൾ ഇതിനകത്ത് ഏൺ ചെയ്യും, ഇൻകം ആദ്യം ഉണ്ടാക്കൂ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രീഡം നിങ്ങൾ എൻജോയ് ചെയ്യണം. സോ ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വാല്യൂ കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നോ കാഷ്വൽ അപ്രോച്ച്. നമ്മൾ ഇപ്പൊ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വരെ നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യമാണ്, ഷർട്ട് ഊരിയിട്ടിട്ട് ഷർട്ട് ഇടാതെ സൂം മീറ്റിംഗിനകത്ത് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളെ കാണാം. കാരണം എന്താണ്? അതിനാണ് നമ്മൾ ക്യാഷ്, അവർക്ക് ഇത് ആവശ്യമുണ്ട്. അവർ ഒരിക്കലും ഒരു കസ്റ്റമർ അല്ലാന്നോ അല്ലെങ്കിൽ അന്ന് അതുപോലത്തെ ആൾക്കാരെ നമുക്ക് വേണ്ടാന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരും നമുക്ക് ആവശ്യമുണ്ട്. ബട്ട് അവരുടെ അപ്രോച്ച് എന്താണ്? വളരെ കാഷ്വൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. സൂം മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് ഹാൾ തന്നെയാണ്. ദിസ് ഈസ് എ കോൺഫറൻസ് ഹാൾ. നമ്മൾക്ക് ഒരല്പം കൂടി സൗകര്യപ്രദമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനും ട്രെയിനിങ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് സൂം മീറ്റിംഗ്. ഒരു ഹോട്ടലിൽ നമ്മൾ റൂം ബുക്ക് ചെയ്ത്, ഒരു ഹാൾ ബുക്ക് ചെയ്ത് അതിനകത്ത് നമ്മളൊരു വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കോൺഫറൻസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഒരു സൂം മീറ്റിംഗിലെ കോൺഫറൻസ് റൂമും. ഇതിനകത്ത് നമ്മൾ ഷർട്ട് അയച്ചിട്ട് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വലിയൊരു സ്റ്റാർ ഹോട്ടലിനകത്ത് ഒരു ഹാൾ ബുക്ക് ചെയ്ത് അവിടെ ഷർട്ട് അയച്ച് നമ്മുടെ മീറ്റിംഗിൽ ഇരിക്കുന്നത് പോലെയാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു വ്യക്തി ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയെ പറ്റിയുള്ള മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം? എല്ലാവരും കോട്ടും സൂട്ടും ടൈ ഇട്ട് വരുമ്പോൾ ഒരാൾ മാത്രം ഷർട്ട് ഇടാണ്ട് വന്നിട്ടിരിക്കുക. എനിക്ക് ഈ സംഭവം കേട്ടാ പോരെ? ഇത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ വന്നിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ദിസ് ഈസ് കോൾഡ് കാഷ്വൽ അപ്രോച്ച്. ഇത് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല. ഒരു പുതിയ വ്യക്തി, ഞാൻ ഒരു എക്സാമ്പിൾ വീണ്ടും പറയുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. എല്ലാ കാര്യത്തിലും ഈ ഒരു കാഷ്വൽ അപ്രോച്ച് ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും സൂം പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ ഇരിക്കണം. കാരണം വീഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 100% അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇൻ കേസിന് നിങ്ങൾ നല്ല ഡ്രസ്സിലല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് വെക്കണം. ഒരിക്കലും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യരുത്. ഇൻ കേസ് നിങ്ങളോട് സംസാരിക്കാൻ പറയുകയാണെങ്കിലും പറയാ, ഷർട്ട് എനിക്ക് എന്താ പറയാ വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു കാഷ്വൽ അപ്രോച്ച് പാടില്ല, 100% പ്രൊഫഷണൽ അപ്രോച്ച് ആയിരിക്കണം. ആൻഡ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം ആണ്. ഒരു വ്യക്തി കൃത്യമായിട്ട് RCMന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുന്നു. അത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ RCM ചെയ്യണമെന്നോ അല്ലെങ്കിൽ മിനിമം 1 മണിക്കൂർ ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല. ബട്ട് ഡെയിലി ചെയ്യണം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം.
ആൻഡ് ബി എ പ്രൊഫഷണൽ. നമ്മൾ പ്രൊഫഷണൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആയിരിക്കണം ആർസിഎമ്മിനോട്. അടുത്തത് എന്താണ് പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം? ടാർഗറ്റ് ഓൺ ഇൻകം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഇൻകത്തിൽ ടാർഗറ്റ് ചെയ്യണം. പലപ്പോഴും പല ആൾക്കാർക്കും ഇൻകം എന്ന് പറയാൻ തന്നെ മടിയാണ്. അയ്യോ, ഞാൻ ഇൻകത്തിന് വേണ്ടിയല്ല ആർസിഎമ്മിൽ വരുന്നത്. ശരിയാണ്, ഇൻകത്തിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട. ബട്ട് ആർസിഎമ്മിൽ വന്നത് കൊണ്ട് വർക്ക് ചെയ്ത് ഇൻകം കിട്ടുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇൻകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ മോട്ടിവേഷൻ ആണ്. ഞാൻ വീണ്ടും പറയുന്നു, വിത്തൗട്ട് ഇൻകം നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ല. നമുക്ക് ഒരുപാട് കാലമൊന്നും വിത്ത് ഇൻകം ഇല്ലാതെ ഒരു സ്ഥലത്തും കൃത്യമായിട്ട് നമ്മുടെ എഫേർട്ട് ഇടാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. നമ്മളെല്ലാവരും പറയും എനിക്ക് ഡയമണ്ട് ആവണം ആർസിഎമ്മിൽ, അല്ലെങ്കിൽ സ്റ്റാർ റൂബി ആവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഡയമണ്ട് ആവണമെന്ന് പറയുന്നത്? ഡയമണ്ട് ആവണമെന്ന് പറയാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം ഞാൻ പറയാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ഡയമണ്ട് എന്ന് പറഞ്ഞ പിൻ ലെവലിന് കിട്ടുന്നത് ഒരു മാസം 50,000 രൂപയാണ്. ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ പിൻ ലെവലിന് കിട്ടുന്നത് മാസം 50 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവണോ ഡയമണ്ട് ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? യെസ്, എനിക്ക് സ്റ്റാർ ആയാൽ മതി, എനിക്ക് ഡയമണ്ട് ആവണ്ട എന്ന് തന്നെയാ പറയും, അല്ലെ? കാരണം എന്താണ്? 50 ലക്ഷം രൂപ കിട്ടുന്നത് സ്റ്റാറിനും 50,000 രൂപ കിട്ടുന്നത് ഡയമണ്ടിനുമാണ്. ആ സമയത്ത് എന്താ, ഓട്ടോമാറ്റിക്കലി നമ്മൾ പിൻ ലെവൽ നമുക്ക് ഡയമണ്ടിനോടല്ല വില, നമുക്ക് പിന്നെ സ്റ്റാറിനോടായി വില. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ മുഴുവൻ ആളുകളും ഡയമണ്ട് ആവണം അല്ലെങ്കിൽ ആ പിൻ ലെവൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞ ആ ഒരു ബേസിൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിനേക്കാളും എത്ര ഇൻകം ഈ ഒരു വർഷം 2023 എനിക്ക് കിട്ടിയ ഇൻകത്തിനേക്കാളും എത്ര ഇൻകം ഗ്രോത്ത് എനിക്ക് ഈ വർഷം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം അതിന് വേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടണമെന്നുള്ള ചിന്തയോടുകൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഇൻകം കിട്ടുള്ളൂ. കാരണം ഒരു പ്രാവശ്യം ഒരു നമ്മൾ റോയൽറ്റിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും റോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ വൈറ്റിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവർ ആ പിൻ ലെവലിൽ സാറ്റിസ്ഫൈഡ് ആണ്. യെസ്, എന്നെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഞാൻ റോയൽറ്റി അച്ചീവർ ആയിട്ട് പറയുന്നു, ഞാൻ സ്റ്റാർ പ്ലാറ്റിനം ആണെന്ന് പറയുന്നു. ബട്ട് ഇപ്പൊ എന്താ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അവർക്കൊരു സ്റ്റാറിന്റെ ഇൻകം പോലും കിട്ടുന്നില്ല. ബട്ട് അവർ ആളുകളുടെ മുമ്പിൽ അവർക്ക് ആ വാല്യൂ കിട്ടുന്നത് കൊണ്ട് ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അവര് പുതിയ പിന്നിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അവർ ആഗ്രഹിക്കില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻകത്തിൽ ഫോക്കസ് ചെയ്യൂ. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷം എത്ര ഇൻകം നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും? കഴിഞ്ഞ വർഷം കിട്ടിക്കൊണ്ടിരുന്ന പെർ മന്ത് 10,000 രൂപയാണെങ്കിൽ ഈ വർഷം അത് 25,000 എനിക്ക് കൊണ്ടെത്തിക്കണം. 2024 കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 25,000 രൂപ പെർ മന്ത് ഇൻകത്തിലേക്ക് ഞാൻ പോകുമെന്നുള്ള ടാർഗറ്റ് ഇട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കിട്ടാവുന്ന മോട്ടിവേഷൻ ലെവലേ വേറെ ആയിരിക്കും. അത് മാത്രമല്ല, ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഏൺ ചെയ്യേണ്ടത്. നമുക്ക് മീറ്റിംഗ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം, നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും, നമുക്ക് കമ്പനിയുടെ സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പോകേണ്ടി വരും, ആനിവേഴ്സറി സെലിബ്രേഷൻ 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇതെല്ലാം ഇതിന്റെ പാർട്ടാണ്. നിങ്ങൾക്ക് ഇൻകം കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരുപാട് കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു ഡിമോട്ടിവേഷൻ വരും. പൈസ കിട്ടുന്നില്ല, വെറുതെ എങ്ങനെ ചെലവാക്കുക എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നൽ വരും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് വേണം? ഇൻകം നിങ്ങൾ ടാർഗറ്റ് ആയിട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് 1 day 1 person. ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നിങ്ങൾക്ക് എന്ത് വേണം? 1 day 1 person, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരാളോടെങ്കിലും ആർസിഎം സംസാരിക്കുക. ഞാൻ പറയുന്നത് ആർസിഎമ്മിന്റെ ട്രെയിനിങ് കൊടുക്കാനല്ല, ഇതിന് പല പല ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഒരാളോടെങ്കിലും ആർസിഎം സംസാരിച്ച് ശരിക്കുക, പ്രാക്ടീസ് ടോക്കിംഗ്. അങ്ങനെ ഇതാക്കുക. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ യെസ് എനിക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ആളുകൾ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുക, അത് കഴിഞ്ഞാൽ ആളുകൾ ജോയിനിങ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം പ്രോസസ്സാണ്. ബട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് ജോയിനിങ് ചെയ്യാൻ അറിയില്ല എന്നുള്ള പേരും പറഞ്ഞിട്ട് ആരും ഡെയിലി ഇത് ചെയ്യാതിരിക്കരുത്. സോ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ആളുകളടുത്ത് സംസാരിച്ച് ശീലിക്കുക. ആൻഡ് നെവർ വെയിറ്റ് ഫോർ പെർഫെക്ഷൻ. ഞാൻ എല്ലാം പഠിച്ചതിന് ശേഷം ആർസിഎം പറയാമെന്ന് വെച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. പലപ്പോഴും പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നൊരു വലിയൊരു മഹാമണ്ഡത്തരമാണ്. എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ലല്ലോ, അത് ഒന്നും കൂടി പഠിച്ചിട്ട് പറയാം. അങ്ങനെ ഒന്നുകൂടി പഠിച്ചിട്ട് പറയാ എന്ന് പറയുന്ന സംഭവമില്ല. ഒരു ആൾക്കും ഇപ്പൊ ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിനാണെങ്കിലും സഫയർ CR മൂർത്തി സാറിനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയില്ല. അവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്കും അറിയാത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതും കൂടി പഠിച്ചതിന് ശേഷം ഞാൻ ആർസിഎമ്മിൽ ഞാൻ സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കില്ല. ഇതിലുള്ള നോളജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ പറഞ്ഞാണ് ഈ സംഭവം പഠിക്കുന്നത്. സോ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഉള്ള നോളജ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും. സോ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ച് നമുക്കൊരു വാല്യൂ അഡീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വാല്യൂ ഇമ്പ്രൂവ് ആകും. ഇത് കൂടാതെ നമുക്ക് എവിടെ നിന്നൊക്കെയാ വാല്യൂ അഡീഷൻ കിട്ടുക? തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം അപ്ലൈ. കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്, കാരണം ഇത് കുറച്ചും കൂടി എന്താ പറയാ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നമ്മൾ പോവാണ്. അപ്ലൈന് നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്ലൈൻ മീൻസ് ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് അപ്ലൈൻ. അങ്ങനത്തെ അപ്ലൈൻ നമ്മൾ തീർച്ചയായിട്ടും വാല്യൂ കൊടുക്കണം. പല ആൾക്കാരും ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈനെയാണ് കോമ്പറ്റീറ്റർ ആയിട്ട് കാണുന്നത്. എങ്ങനെയെങ്കിലും ഇയാളുടെ മേലെ കയറി പോകണം, ഇയാൾക്കാളും മേലെ പിൻ ലെവലിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആയി. ഇങ്ങനെ അപ്ലൈനെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ അപ്ലൈൻ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അപ്ലൈനുമായിട്ട് കോമ്പറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്താണോ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ജമ്പ് ചെയ്യും. നിങ്ങൾ തന്നെ എത്രമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്രമാത്രം നിങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇതുമാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. നിങ്ങളുടെ അപ്ലൈൻ അല്ല നിങ്ങളുടെ കോമ്പറ്റീഷൻ. അപ്ലൈൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചും വാല്യൂ കിട്ടുള്ളൂ. അപ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പോലെയാ. നിങ്ങളുടെ വീട്ടിനകത്ത് ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫാൻ ഉണ്ട്, AC ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഏറ്റവും നല്ല ബ്രാൻഡ് പോയി വാങ്ങിച്ചു കഴിഞ്ഞാലും കറണ്ട് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വർക്ക് ചെയ്യൂല. ആക്റ്റീവ് എഫക്റ്റീവ് അപ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിസിറ്റിയാണ്, ഈ കറണ്ടാണ്. ഈ കറണ്ട് നിങ്ങളും ആ കറണ്ട് കണക്ഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ഷൻ കിട്ടില്ല. ഈ പറഞ്ഞ മുഴുവൻ സാധനങ്ങളും വേസ്റ്റ് ആയി പോകും. സോ അപ്ലൈൻ നിങ്ങൾക്ക് കൂടെ വേണം. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും കാണില്ല, നമ്മുടെ താക്കോലിന്റെ കൂടെ നമ്മൾ ഈ കീച്ചെയിൻ എപ്പോഴും തൂക്കിയിട്ട് നടക്കാറുണ്ട്. എന്തിനാ ഈ കീച്ചെയിൻ എന്ത് ഗുണമുള്ള? ഈ ഒരു പ്രാവശ്യം ഈ താക്കോൽ ഇല്ലാതെ ഈ കീച്ചെയിൻ മാത്രമായിട്ട് നമുക്ക് ഡോർ തുറക്കാൻ പറ്റുമോ? ഒരിക്കലും തുറക്കാൻ പറ്റൂല. പക്ഷെ എന്തിനാ ഈ കീച്ചെയിൻ കൊണ്ടു നടക്കുന്നത്? ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ കീന്റെ കൂടെ ആ കീച്ചെയിൻ ഒന്ന് മാറ്റി നോക്കും, ആ താക്കോല് വിത്തിൻ 2 days കാണാതെയാവും. നിങ്ങൾക്ക് അത് എവിടെയാ വെച്ചതെന്ന്, എവിടെയാ ഉള്ളതെന്ന്, എവിടെ പോയി തപ്പണമെന്ന് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ആ സാധനത്തിന്റെ എവിടെയാണ് വെച്ചത്, അത് നിൽക്കേണ്ട ഇടം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അർജന്റായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ താക്കോൽ എവിടെയാണെന്ന് കാണണമെങ്കിൽ അതിന്റെ കൂടെ ആ കീച്ചെയിൻ വേണം. നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങളെ മറ്റുള്ളവർ കാണണമെങ്കിൽ നിങ്ങളുടെ കൂടെ അപ്ലൈൻ എന്ന് പറയുന്ന കീച്ചെയിൻ കൂടെ വേണം. അതില്ലെങ്കിൽ നിങ്ങളെ ആരും കാണില്ല. അതുകൊണ്ടാണ് അപ്ലൈന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. സോ ഒരിക്കലും അപ്ലൈനുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. സെക്കൻഡ് തിങ്, ഡൗൺലൈൻ. ചില ആൾക്കാർ ഡൗൺലൈനുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലരും ചിന്തിക്കുന്ന കാര്യം, എന്നെക്കാളും ക്വാളിറ്റി കുറഞ്ഞ ആളായിരിക്കണം ഡൗൺലൈൻ എന്ന് പല ചിന്തിക്കുന്ന അപ്ലൈനുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ബെനിഫിറ്റ് ആണത്. അവനും കൂടി സ്കൂട്ടർ ഓടിക്കാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് സുഖമായിരുന്നു എന്ന് ആരും വിചാരിക്കാറുണ്ട്. ഇല്ല. കാരണം എന്താ, എനിക്കറിയാത്തതുകൊണ്ട് അവന്റെ കൂടെ അവന്റെ സ്കൂട്ടറിൽ എനിക്ക് എല്ലാ സ്ഥലത്തും പോകാൻ വേണ്ടി സാധിക്കും. എനിക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ എന്നെക്കാൾ നന്നായി ലാംഗ്വേജ് പറയുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്ക് ബെനിഫിറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ടീമിനകത്തും നമ്മളെക്കാളും ക്വാളിറ്റി ഉള്ള ഒരാൾ നമ്മുടെ കൂടെ വരുന്നതാണ് നമുക്ക് ബെനിഫിറ്റ്. എന്നെക്കാളും കൂടുതൽ ക്വാളിറ്റി ഉള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഗ്രോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ബെനിഫിറ്റ് നമുക്ക് വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ആൾക്കാർ വേണം നമ്മുടെ കൂടെ നിൽക്കാൻ. അവരുള്ള ക്വാളിറ്റി അവർക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾക്ക് ഈ ക്വാളിറ്റിയുടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ വലുതാക്കേണ്ട ഉത്തരവാദിത്വം ഒരു അപ്ലൈൻ ഉണ്ട്. സോ ഡൗൺലൈൻ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് കാണാൻ പാടില്ല. നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഡൗൺലൈൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. ഇതും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വാല്യൂ അഡീഷൻ തരും. ആൻഡ് തേർഡ് വൺ ഈസ് നമ്മളുടെ ടീം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ടീം മാത്രമല്ല, RCM എന്ന് പറയുന്ന ടോട്ടൽ ഒരു ടീമാണ്. അത് നമ്മുടെ ഇപ്പം അപ്ലൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും ഹെൽപ്പ് ലൈൻ ആണെന്ന് പറയും. ഡൗൺലൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, നമ്മൾ ലൈഫ് ലൈൻ ആണെന്ന് പറയും. ക്രോസ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലവ് ലൈൻ ഉണ്ട്. ഈ എല്ലാവരും കൂടി ചേർന്നതിനാണ് നമ്മൾ ടീം എന്ന് പറയുന്നത്. കാരണം ഒരു നല്ല അന്തരീക്ഷത്തിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ലവ് ലൈനും എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ, ഞാൻ പറഞ്ഞത് എപ്പോഴും ഫുൾ ടൈം ഫോൺ വിളിച്ച് സംസാരിക്കണം എന്നല്ല, അവരൊക്കെ നമ്മുടെ കൂടെ വേണം. നമ്മുടെ കൂടെ തന്നെ എന്താ പറയുക, ഒരു കാര്യം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം കേട്ടോ എന്ന് വിളിച്ച് പറയാനുള്ള റിലേഷൻ നമുക്ക് എന്തുണ്ടാവണം, നമ്മുടെ ലവ് ലൈനുമായിട്ട് നമുക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഒരു വലിയൊരു കുളം, നല്ല അടിപൊളി നല്ല വെള്ളം, ക്ലീൻ വെള്ളം, വലിയ കുളം തന്നെ, വലിയ കുളം, ഈ അറ്റം നോക്കി ആറ്റം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രയും വലിയൊരു കുളം.
ആ കുളത്തിൽ നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കുളത്തിന്റെ അപ്പുറത്തെ കരയിൽ ഇരുന്നിട്ട് ഒരാള് രാവിലെ തന്നെ എന്ത് ചെയ്യുന്നു, പ്രഭാത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, മൂത്രം ഒഴിക്കുന്നു, അപ്പിടുന്നു, ഇതൊക്കെ ആ അറ്റത്തും ചെയ്യാം. ഒരിക്കലും നമുക്കറിയാം ഇപ്പുറത്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് അവിടുന്ന് അദ്ദേഹം ചെയ്യുന്ന മലമൂത്ര വിസർജനം ഇങ്ങോട്ട് ഒഴുകി വരുമൊന്നുമില്ല, അതാ മൂലക്ക. ബട്ട് അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുളത്ത് കുളിക്കാൻ വേണ്ടി സാധിക്കുമോ? ഒരാൾ അവിടുന്ന് മൂത്രം അത്ര ദൂരെ നിന്നാണെങ്കിൽ പോലും മൂത്രമൊഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. കുളത്തിൽ ഒരിക്കലും നമ്മൾ പിന്നീട് അങ്ങോട്ട് കുളിക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ എത്ര നന്നായിട്ട് നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരാൾ അങ്ങേ ദൂരക്ക് നിന്ന് പോലും നമ്മളൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് എഫക്ട് ചെയ്യും. നമ്മൾ ഇവിടുത്തെ ടീമിന് അത് എഫക്ട് ചെയ്യും. നമുക്ക് ഒരിക്കലും സമാധാനപരമായിട്ട് ഒരു ടീമിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് അവനെ വിളിച്ച് പറയാനുള്ളൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കണം. എടാ അങ്ങനെ ചെയ്യല്ല, ഞാൻ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിവിടെ വൃത്തിയായിട്ട് ഇവിടെ ഈ വെള്ളം ഞാൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്, നീ അവിടെ ചെയ്ത് നീ പുറത്ത് പോയി ചെയ്യുന്ന വിളിച്ച് പറയാനുള്ള ഒരു ബന്ധം നമുക്ക് നമ്മുടെ ക്രോസ് ലൈൻ, നമ്മുടെ ലവ് ലൈനുമായിട്ടും ക്രോസ് ലൈനുമായിട്ടൊക്കെ നമുക്ക് വേണം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വാല്യൂ രഞ്ജിത്ത് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടീമൊന്നും നോക്കുന്ന ആളല്ല, എല്ലാവരോടും ഒരേപോലെ ഇടപഴകും. ആരെന്ത് ചോദിച്ചാലും സർവീസ് കൊടുക്കുമെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. അതും ഒരു വാല്യൂ അഡീഷൻ തന്നെയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ജനറൽ ടോപ്പിക്കുകളാണ്. 5 പോയിന്റുകൾ മെയിൻ ആയിട്ടുണ്ട്. ഈ 5 പോയിന്റിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പോയിന്റ് നമ്പർ 1, ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വാല്യൂ കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നെവർ വർക്ക് ഫോർ വാല്യൂ. വാല്യൂ കിട്ടാൻ വേണ്ടി പണിയെടുക്കാതിരിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പല ആളുകളും എനിക്ക് വാല്യൂ കിട്ടണം, മറ്റുള്ളവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് എനിക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാക്കണം, എനിക്ക് അത് വേണം ഇത് വേണം. വെച്ചാൽ വാല്യൂ കിട്ടണമെന്ന് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഒരിക്കലും വാല്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മെനക്കെടാൻ വേണ്ടി പാടില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വാല്യൂ വരും. ഡിക്രീസ് ദ നീഡ് ഓഫ് വാല്യൂ. എനിക്ക് വേണം, വാല്യൂ വേണം എന്നുള്ള അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പ്രൈസ് ലെസ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. പലപ്പോഴും വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീറ്റിംഗ് ഒരു ട്രെയിനിങ് ഒക്കെ നടത്തുന്ന സമയത്ത് എന്നെ പറ്റി തന്നെ കുറെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. അത് ഞാൻ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും സെൽഫ് എഡ്യൂക്കേഷൻ വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നു, ഞാൻ ഇത്രയും ഗ്രോത്ത് ആയി എന്നുള്ള കാര്യം പറയണം. ബട്ട് ഒരു ട്രെയിനിങ്ങിന് മുഴുവൻ എന്നെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലീഡർമാരുണ്ട്. ഞാൻ അങ്ങനെയായിരുന്നു, അത്ര ഈ കാലഘട്ടത്തിൽ ഞാൻ 500 പേരെ വെച്ച് ഞാൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അവരുടെ സബ്ജക്റ്റ് എന്താണ്? ഞാനാണ് അവരുടെ മുഴുവൻ സബ്ജക്റ്റ്. ഒരിക്കലും എന്നെ പറ്റി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഒരാള് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അവര് വരുന്നത് എന്താണ്? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് എന്നെ നോക്കിക്കാണുന്നത്, എനിക്ക് എങ്ങനെ സക്സസ് ആകാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഞാൻ സക്സസ് ആയി, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം, ഞാൻ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, ആ വ്യക്തിയോട് വാല്യൂ കിട്ടില്ല. അതേപോലെ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒരു ഹെൽത്ത് ക്ലാസ് ചെയ്യുന്ന സമയത്തൊക്കെ പല ലീഡർമാരും, സീനിയർ ലീഡർമാരല്ല കേട്ടോ, കുറച്ച് തുടക്കക്കാരൊക്കെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഉപയോഗിച്ചു എന്നുള്ള പോലെ പറയും. വീട്ടിൽ ഞാൻ ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് അത് കിട്ടി, ഇന്ന പ്രൊഡക്റ്റ് എന്റെ വൈഫ് ഉപയോഗിച്ച സമയത്ത് ഇത് കിട്ടി, ഇന്ന പ്രൊഡക്റ്റ് എന്റെ കുട്ടികൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്ന ഗുണം കിട്ടി, ഇന്ന പ്രൊഡക്റ്റ് എന്റെ അമ്മ ഉപയോഗിച്ചപ്പോൾ ഇത് കിട്ടി. ഒരു വീട്ടിൽ തന്നെ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. വൈഫിന് കണ്ണ് കാണില്ലായിരുന്നു, കുട്ടികൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു, അച്ഛനും അമ്മക്കും നടക്കാൻ പറ്റില്ലായിരുന്നു, ഉള്ള എല്ലാ രോഗങ്ങളും അയാളുടെ വീട്ടിൽ തന്നെ. ഒരു പക്ഷെ സത്യമായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരിക്കലും ഒരു പ്രസന്റേഷനകത്ത് അതും കാണിക്കുന്ന എന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫുൾ എന്റെ വീട്ടിലെ കാര്യം, എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും കേൾക്കുന്ന ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും നമ്മളെ പറ്റി തന്നെ കൂടുതൽ പറയാതിരിക്കുക, നമുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മെനക്കെടാതിരിക്കുക. റെസ്പെക്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു റെസ്പെക്ട് യുവർ സെൽഫ്, ഇവാലുവേറ്റ് യുവർ സെൽഫ്, അക്സെപ്റ്റ് യുവർ വീക്ക്നെസ് ആൻഡ് അച്ചീവ് യുവർ സെൽഫ് ടാർഗറ്റ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യണം. ഒരു വ്യക്തി നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, എവിടെയും വാല്യൂ കിട്ടില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവും. ഞാനൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിനകത്ത് പോകുന്നു, ഒരു ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു, നമ്മൾ വിചാരിച്ച പോലെ എന്റെ ടീമിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായി, ഞാൻ ഡെസ്പായി. കാരണം എന്താ, ഞാൻ വന്നത് എനിക്ക് ആ വാല്യൂ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ആ വാല്യൂ എനിക്ക് കിട്ടിയില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി പോയി. ബട്ട് എനിക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഒരാൾ എനിക്ക് വാല്യൂ തന്നാലും ഇല്ലെങ്കിലും എനിക്കറിയാം, യെസ് ഞാൻ ഈ ക്വാളിറ്റിയുള്ള ആളാണ്, അദ്ദേഹം എനിക്ക് റെസ്പെക്ട് തരാത്ത അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് എന്നുള്ള ചിന്ത എനിക്ക് വരും. ഓട്ടോമാറ്റിക്കലി എന്താവും, എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവാലുവേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ പറ്റി അനലൈസ് ചെയ്യൂ, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യൂ. പലരും എന്ത് ചെയ്യില്ല, എനിക്കുള്ള പ്രശ്നങ്ങൾ ആരും നമ്മൾ സ്വയമുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് അവർക്കറിയാം,
എനിക്ക് പ്ലാൻ പറയാൻ അറിയില്ല എന്നറിയാം, ബട്ട് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂ, അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കൂ. എനിക്കറിയാം എനിക്ക് എല്ലാം അറിയുന്ന ആളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ സംഭവം വീണ്ടും പഠിക്കാനോ ആ മിസ്റ്റേക്ക് തിരുത്താനോ നമുക്ക് സാധിക്കില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ സ്വയം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയണം ആൻഡ് അച്ചീവ് യുവർ സെൽഫ് ടാർഗറ്റ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്, ഒരു സെൽഫ് ടാർഗറ്റ് എടുത്ത് അത് അച്ചീവ് ചെയ്യും. നിങ്ങൾ ടീം ടാർഗറ്റ് അല്ല ഞാൻ പറയുന്നത്, ഒരു സെൽഫ് ടാർഗറ്റ്, സ്വന്തമായിട്ട് ടാർഗറ്റ് എടുക്കുക. അത് വേണമെങ്കിൽ പേഴ്സണൽ ആയിക്കോട്ടെ, ഫിസിക്കലി നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങൾ ഒരു ടാർഗറ്റ് എടുക്കുക, അത് നിങ്ങൾ അച്ചീവ് ചെയ്തുക, നിങ്ങൾക്ക് വാല്യൂ കിട്ടും. നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ വരാൻ പോകുന്ന ഒരു പ്രോഗ്രാം ആനിവേഴ്സറി സെലിബ്രേഷനിൽ ഞാൻ ഇന്ന് പ്രൊഡക്റ്റ് കീസോളിന് ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ അവാർഡ് വാങ്ങാൻ വേണ്ടി പറയും, എലൈറ്റ് കാറ്റഗറിയിൽ ഞാൻ അവാർഡ് വാങ്ങും, അത്തരത്തിലൊരു സെൽഫ് ടാർഗറ്റ് എടുക്കൂ. അല്ലെങ്കിൽ വീരാംഗനയിൽ നിങ്ങൾ സെൽഫ് ടാർഗറ്റ് എടുക്കൂ. നിങ്ങൾ സ്വന്തമായി ടാർഗറ്റ് എടുത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ യെസ്, വേറെ ആരും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു, എനിക്കൊരു വാല്യൂ നിങ്ങൾ തരും. സോ പക്ഷെ നിങ്ങൾ വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളെപ്പറ്റി തന്നെ സംസാരിച്ച് നമ്മൾ പിടിച്ചു വാങ്ങാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, വാല്യൂ അതേഴ്സ്. മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുക. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചിങ്ങോട്ടേക്ക് നിങ്ങൾ റെസ്പെക്ട് അർഹിക്കുന്നുള്ളൂ. അതിന് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ അത് വ്യക്തികൾ മാത്രമല്ല, നിങ്ങളുടെ കമ്പനി കൂടി ഒരു എന്താ പറയുക, നിങ്ങൾ റെസ്പെക്ട് കൊടുക്കണം. കമ്പനിയുടെ പോളിസീസ്, കമ്പനിയുടെ സിസ്റ്റം, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വാല്യൂ കൊടുക്കണം. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള പോലെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മൾ വളർന്നു വന്നിട്ടുള്ള ശീലിച്ചിട്ടുള്ള ജീവിത രീതി അങ്ങനെയാണ്. ബട്ട് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ RCM എന്ന് പറയുന്നത്, കോൺ മാലിക് ഹേ, ഹൂ ഈസ് ദ ഓണർ, മേ മാലിക് ഹൂ, ഞാനാണ് ഇതിന്റെ ഓണർ. നിങ്ങളൊരു കമ്പനിയുടെ സിസ്റ്റത്തെയും പോളിസിയും അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും കുറ്റം പറയുന്ന സമയത്ത് നിങ്ങൾ ആരെ മുഖത്തേക്കാണ് ചെളിവാരി അറിയുന്നത്? നിങ്ങൾ സ്വയം നിങ്ങളുടെ മുഖത്തേക്കാണ് ചെളിവാരി അറിയുന്നത്. നിങ്ങൾ കമ്പനിയുടെ റൂൾസിനെയും പോളിസിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അത് കമ്പനി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് എന്റെ കമ്പനിയാണ്. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് അടുത്ത് അതിനെപ്പറ്റി കുറ്റം പറയാതിരിക്കുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആളുകൾ വാല്യൂ ചെയ്യുക. മൂർത്തി സാറിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറയുന്നത് കമ്പനിയുടെ ഇന്ന കാര്യം ശരിയില്ല, ഇന്ന പോളിസി ശരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കറക്റ്റാണ്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചതെന്ന് മൂർത്തി സാർ രണ്ടുപേര് പറഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്കൊരു ഖുഷി കിട്ടും, ഒരു സന്തോഷം വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മൂർത്തി സാറിന് നിങ്ങൾ ആ വാല്യൂ കൊടുക്കില്ല. കാരണം എന്താ, നിങ്ങൾക്കറിയാം മൂർത്തി സാറും കമ്പനിയെ കുറ്റം പറയുന്നൊരു വ്യക്തിയാണ്. ഈസ് ഓൾസോ നോട്ട് എ കമ്പനി പേഴ്സൺ. പലപ്പോഴും പല ആൾക്കാരും എന്താ പറയുക, ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് യെസ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ആ ഒരു പിണക്കം നിങ്ങൾ സഹിക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും ആളുകൾ റെസ്പെക്ട് ചെയ്യുക കമ്പനിയെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ്. കാരണം വ്യക്തികൾ മാറും, കമ്പനി മാറാൻ പോകുന്നില്ല. കമ്പനി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവുക. നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയി നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി 10 പേരോട് പറയും നിങ്ങൾ കമ്പനിയെ റെസ്പെക്ട് ചെയ്യുന്നില്ല, രഞ്ജിത്ത് സാർ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലാണ് ചിന്തിക്കുന്നതെന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു സ്പോട്ടിൽ ചിലപ്പോൾ അവർക്ക് രഞ്ജിത്ത് സാർ നമ്മുടെ സ്വന്തം ആളാണെന്നുള്ളൊരു സന്തോഷം കിട്ടുമായിരിക്കും. ബട്ട് ആ സന്തോഷത്തോടു കൂടി അവർ RCM വിട്ടിട്ട് പോകും. അത് കഴിഞ്ഞ നമ്മൾ ഒരു കമ്പനിയുടെ ആളല്ല, നമ്മൾക്കൊരു റെസ്പെക്ട് കൊടുക്കേണ്ട വ്യക്തിയല്ല എന്നുള്ള കാര്യം എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുകയും ചെയ്യും. സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് വാല്യൂ കൊടുക്കേണ്ടത് കമ്പനിയുടെ പോളിസിക്കാണ്. രണ്ടാമത്തെ ടീമിന്, ബെസ്റ്റ് ടീം മെയ്ഡ് ബൈ യുവർ ഇമോഷൻസ്. നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ടീംമേറ്റ്സിന് നമ്മൾ വാല്യൂ കൊടുക്കണം. നമ്മൾ അവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നു, വാല്യൂ കൊടുക്കുന്നു എന്ന് കാണുന്ന സമയത്ത് മാത്രമേ അവർ നമ്മുടെ കൂടെ ഉണ്ടാവൂ. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. പലപ്പോഴും വളരെ ചെറിയ ഇൻകത്തിന് പോലും വർഷക്കണക്കിന് ഒരേ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്, ആ ഇൻകം കണ്ടിട്ടല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ബോണ്ടിങ്. ആ വ്യക്തി ബന്ധപ്പെടുന്ന അവരുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണോ, ആ ഇമ്മീഡിയറ്റ് സുപ്പീരിയറുമായിട്ടുള്ള ബന്ധം കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരുപാട് കാലം നിൽക്കുന്നത്. ആ ഇൻകം കണ്ടില്ല. അതേപോലെ തന്നെ RCM പലരും പറയുന്ന കാര്യമാണ്, ഇന്ന ആള് മറ്റേ ടീമിലേക്ക് പോയി, അന്ന ആൾ ഈ ടീമിൽ ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് പോകുന്നത്? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് RCM സിസ്റ്റവും പ്ലാനും ഇൻകവും എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. എവിടെയാണ് പ്രശ്നം വരുന്നത്, ആ ഒരു വാല്യൂ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നില്ല എന്ന് കാണുന്ന സമയത്താണ് ആ വ്യക്തി നിങ്ങളെ വിട്ട് മറ്റൊരു ടീമിലേക്ക് പോകുന്നത്. കാരണം ഇൻകം നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെയും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഉള്ള അതേ പ്ലാൻ തന്നെയാണ് നമ്മളെടുത്തുള്ളത്. അവിടെ വർക്ക് ചെയ്യുന്ന അതേ പ്രൊഡക്റ്റുകൾ വെച്ച് തന്നെ നമ്മളും വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്, ആ ഒരു വ്യക്തി മാറിപ്പോകുന്നത് വ്യക്തിയാണ്. സോ ആ വ്യക്തി എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നത്, ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാറിപ്പോകുന്ന വ്യക്തി ഉദ്ദേശിക്കുന്ന ആ വാല്യൂ എന്റെ അപ്ലൈൻ ലീഡറിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറിപ്പോകുന്നത്. സോ ആ വാല്യൂ നിങ്ങൾ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബി ദ പീപ്പിൾ വിത്ത് മോറൽ ആൻഡ് എത്തിക്സ്. എപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്സും മോറലും ഉള്ള ആളുകളുടെ കൂടെയാണ് ആൾക്കാർ നിൽക്കുക.
നമ്മൾ എത്തിക്സ് പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെടില്ല, ബട്ട് സത്യമാണ്. എത്തിക്സും മോറലുള്ള ആളുകളുടെ കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ആയിരിക്കും. ആൻഡ് അപ്ലൈൻ, നമ്മൾ അപ്ലൈന് വാല്യൂ കൊടുക്കണം. ഗിവ് വാല്യൂ അഡീഷൻ ടു ഗെറ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ലൈൻ നിങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വാല്യൂ അഡീഷൻ കൊടുക്കണം. നിങ്ങളൊരു ഡയമണ്ട് ക്ലബ്ബർ ആവുന്ന സമയത്താണ് നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങളൊരു സീരിയസ് കസ്റ്റമർ ആണെന്നുള്ള കാര്യം ഒരു അപ്ലൈൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ 10 പുതിയ എന്താ പറയുക കീസോളിന്റെ ടാർഗറ്റിലേക്ക് 10 പേരെ നിങ്ങളൊരു പ്രോഗ്രാമിൽ കൊണ്ടുവരുന്ന ലീഡർ ആവുന്ന സമയത്താണ് നിങ്ങൾ അപ്ലൈൻ നിങ്ങളെ ശ്രദ്ധിക്കുക. സോ നിങ്ങൾ വാല്യൂ അഡീഷൻ കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് വാല്യൂ കിട്ടുക. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ അഡീഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഗിവ്, നിങ്ങൾ കൊടുക്കുന്നപ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. കുറെ കോഡ്സ് ഒക്കെ എന്റെ വായിൽ വരുന്നുണ്ട്, പക്ഷെ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ചോടിച്ച് പോകുന്നത്. മൂന്നാമത്തെ കാര്യം ഇമോഷണൽ മെച്യൂരിറ്റി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. നിങ്ങൾക്ക് വാല്യൂ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിനകത്ത്, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഇമോഷണൽ മെച്യൂരിറ്റി വളരെ വളരെ നിർബന്ധമാണ്. ബി ആൻ എക്സ്ട്രാ ഓർഡിനറി. ദേഷ്യം വന്നാൽ തിരിച്ചങ്ങോട്ടേക്ക് ദേഷ്യപ്പെടുന്നത് ഓർഡിനറി ആൾക്കാരാണ്. എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് ഇമോഷൻ വന്നു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ അത് കാണിച്ചു. അത് സാധാരണക്കാരാണ്. ഡയറക്ട് സെല്ലിങ്ങിനകത്ത്, RCM-നകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കാൻ പാടില്ല. നെവർ റിയാക്ട്, ഓൾവേസ് റെസ്പോണ്ട്. ഒരു വ്യക്തി നമ്മളടുത്ത് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലും അതിന് നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുക, അതിന് നിങ്ങൾ റെസ്പോണ്ട് മാത്രം ചെയ്യുക. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. അത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂയുടെ അളവേ മാറും. മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്ന രീതിയെ മാറും. 100% നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ റിയാക്ട് ചെയ്യാതെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് നോക്കൂ. രണ്ടും ഒരേ എന്താ പറയാ റിസൾട്ടാണ് ഉണ്ടാക്കുക. റെസ്പോണ്ട് ചെയ്താലും റിയാക്ട് ചെയ്താലും ഒരേ റിസൾട്ടാണ്. പിന്നെ എന്തിനാ റിയാക്ട് ചെയ്ത ആ പ്രശ്നം വഷളാക്കുന്നത്? വെൻ യു റിയാക്ട്, അതേഴ്സ് ഓൾസോ റിയാക്ട്. നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ അച്ഛനും അമ്മയും ഫുൾ ടൈം ഒച്ചയും വിളി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അതേ ശബ്ദത്തിൽ നമ്മളോട് സംസാരിക്കും. കാരണം അവർ കണ്ടു വളർന്നിട്ടുള്ളത് അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ ഒരു ഒച്ചത്തിൽ സംസാരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും നാളെ അച്ഛനോടും അമ്മയോടും എന്താ ഒച്ചത്തിലാണ് സംസാരിക്കുക. അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിനകത്തുള്ള മുഴുവൻ ആൾക്കാരും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നിങ്ങളോട് റിയാക്ട് ചെയ്യും. സോ റിയാക്ട് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നെവർ ടേക്ക് ഇമോഷണൽ ഡിസിഷൻ ആൻഡ് ടേക്ക് കമ്മിറ്റ്മെന്റ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഇമോഷണലി നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക, കമ്മിറ്റ്മെന്റ് കൊടുക്കാതിരിക്കുക. ഞാൻ ഈ വർഷം സാറേ എന്തായാലും റൂബി അടിക്കും എന്ന് ഒരു സ്റ്റാർ അച്ചീവർ പറയുന്ന സമയത്ത് അത് ഒരു ടീമിന്റെ മുമ്പിൽ പറയാണ്. എല്ലാവരും സാറേ ഞാൻ ഈ വർഷം ഞാൻ സ്റ്റാർ, കാരണം എന്താ, ഞാൻ പുതിയതായിട്ട് സ്റ്റാർ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൊണ്ട് പുള്ളി പറയാണ് ഈ വർഷം ഞാൻ സ്റ്റാർ അടിക്കും. അങ്ങനെ പറയാൻ പാടില്ല. റൂബി അടിക്കുന്നു പറയാം. കാരണം അത് ഒരിക്കലും ഭയങ്കര എക്സാഗ്രേറ്റ് ആയിട്ട് ഫിഗർ ആണ്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തി പറയുന്ന കമ്മിറ്റ്മെന്റിനോട് പിന്നീട് നിങ്ങളുടെ ടീംമേറ്റ്സിന് വില ഉണ്ടാവില്ല. പറയുന്നത് സത്യം പറഞ്ഞാൽ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ്, വെറുതെ പറയുന്നൊന്നല്ല. കാരണം അപ്പത്തിന് ഇമോഷണൽ സന്തോഷത്തിന്റെ പുറത്ത് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ്. സന്തോഷത്തിന്റെ പുറത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളോട് സംസാരിക്കാനേ പാടില്ല. കഴിയുന്നത് നമുക്ക് 1 day ഗ്യാപ്പ് നമ്മൾ കൊടുക്കുക. ഗീവ് ടൈം ടു റിസോൾവ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് റിസോൾവ് ആവാൻ വേണ്ടി സമയം കൊടുക്കുക. ക്വിക്ക് റെസ്പോൺസ് വിൽ നോട്ട് ബി ഗുഡ് ഫോർ എവറി ടൈം. നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നം നമ്മൾ കയറി ഇടപെട്ട് പലപ്പോഴും ആ പ്രശ്നം വഷളാവാറുണ്ട്. അത് നമുക്ക് കാരണം ഇത് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് വേണ്ടി ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ മൂർത്തി സാറിനോട് ദേഷ്യം പിടിക്കുന്നത്. എന്റെ ടീമിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൂർത്തി സാറിനോട് സംസാരിക്കുന്നു, മൂർത്തി സാറിനോട് അടി ഉണ്ടാക്കുന്നു, മൂർത്തി സാറും ഞാനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ഈ വ്യക്തി പോയി. ആ വ്യക്തിക്ക് എന്താ ബാക്ക് വേറെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ അതാണ് കുറച്ചും കൂടി നല്ലത്, റൈസ് ബ്രാൻ ഓയിൽ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ 10 ദിവസം കഴിഞ്ഞപ്പം അയാൾ പോയി. പക്ഷെ RCM-നകത്ത് പെട്ടതാരാ? ഞാൻ. കാരണം എന്താ, അയാൾക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കിയിട്ട് ഞാനും മൂർത്തി സാറും തമ്മിലുള്ള ബന്ധം വഷളായി. ഇത് പലപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. സോ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ആക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ഒരു അല്പം സമയം കൊടുക്കുക. കാരണം എപ്പോഴും നമ്മൾ പറയുന്നത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ലീഡർ. അങ്ങനെയല്ല. ഈ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ക്വിക്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. ആ പ്രശ്നം തണുക്കാനുള്ള സാവകാശം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി തണുത്തുകൊള്ളും. അത് മാത്രമല്ല ഇതിന്റെ പേരിൽ വേറൊരാളുടെ മോശം പേര് നമ്മുടെ തലയിൽ വരൂല്ല. സോ അത് നമ്മൾ നല്ലോണം നോക്കേണ്ട കാര്യമാണ്. സ്റ്റാർട്ട് അപ്രീഷിയേറ്റ് ഇൻ പബ്ലിക്. എത്ര മോശമായിട്ട് നമ്മൾ പിരിഞ്ഞിട്ടൊരു വ്യക്തിയാണെങ്കിലും 10 പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി നമ്മുടെ കൂടെ നിൽക്കും. 2024 നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. നിങ്ങളുടെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടും.
ഒരു വ്യക്തിയെ 10 പേരുടെ മുമ്പിൽ സാർ നിങ്ങൾ അടിപൊളിയാണ് സാർ, നിങ്ങൾ ഇട്ടുള്ള ഡ്രസ്സ് അടിപൊളിയാണ് സാർ, എന്താ നിങ്ങൾ ഡ്രസ്സിങ്ങിന്റെ രീതി എന്നുള്ള പോലെ നിങ്ങൾ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വേറെ ഒന്നും പറഞ്ഞു, നല്ല അടിപൊളി ഡ്രസ്സിംഗ് ആണ് സാർ, എന്തൊരു ഭംഗിയാണ് നിങ്ങൾ ആ ഷർട്ടും നിങ്ങൾ മഞ്ഞ ടൈയും ആ വൈറ്റ് ഷർട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എന്നുള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഇത് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ വാല്യൂ കൂട്ടും. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്നെ പേഴ്സണലി വിളിച്ച് രഞ്ജിത്ത് സാറെ നിങ്ങൾ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എന്ന് പറയുന്നതിനേക്കാളും എത്രയോ സന്തോഷമുള്ള കാര്യമാണ് 10 പേരുടെ മുമ്പിൽ വെച്ച് രഞ്ജിത്ത് സാറിന്റെ അടിപൊളി പ്രോഗ്രാമാണ്. അത് ഇൻകേസ് ഞാൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും 10 പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ അത്. സോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, റീഗ്രേഡ് ചെയ്യാതിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്താലും നമ്മൾ ഒരിക്കലും ആ കാര്യം മറക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ സംഭവം മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഒരാൾക്ക് ഒരു കുറ്റം പറയുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കുക, അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്ന് പറയുക. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. കാരണം വൂൺസ് ഹീൽ സ്കാർസ് ഡോൺ, മുറിവുകൾ ഉണങ്ങും, പക്ഷെ ആ മുറിവുകൾ ഉണ്ടാക്കിയ പാട് അത്ര പെട്ടെന്ന് ഉണങ്ങൂല. അതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് ആ ഒരു തിരിച്ചിങ്ങോട്ടേക്കുള്ള ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടാൻ. സോ ഒരാൾക്ക് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് മറ്റുള്ളവർ മുമ്പിൽ വെച്ച് ആ വ്യക്തിയെ മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാ സ്ഥലത്തും എപ്പോഴും എന്തുണ്ടാവും, വാല്യൂ അവർക്ക് കിട്ടുന്നുണ്ടാവും. 4ാമത്തെ പോയത് ബി ദ മാസ്റ്റർ. പിന്നെ വാല്യൂ കിട്ടാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്കില്ലപ്പ് യുവർ സെൽഫ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങോട്ട് സ്കില്ലപ്പ് ചെയ്യുക. ഡെവലപ്പ് വൺ സ്കിൽ, ബി മാസ്റ്റർ ഇൻ ദാറ്റ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ബിക്കം എക്സ്പേർട്ട് ഇൻ വൺ തിങ്. ഏതെങ്കിലും ഒരു കാര്യം, അത് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ പ്ലാൻ പ്രസന്റേഷൻ, കേരളത്തിൽ രഞ്ജിത്ത് സാറിനെ പോലെ അല്ലെങ്കിൽ ഇന്ന ലീഡറെ പോലെ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരാൾ ഇല്ല എന്നുള്ള ലെവലിൽ നിങ്ങളുടെ പേര് വരണം. അങ്ങനത്തെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻ ലെവലോ നിങ്ങളുടെ ഒന്നും ബാക്കിയുള്ളവർ നോക്കില്ല, നിങ്ങൾക്ക് ഒരു പ്രത്യേക റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം മാത്രമല്ല, ഇങ്ങനെ പ്ലാൻ പ്രസന്റേഷനൊക്കെ ആവുന്ന സമയത്ത് ഏറ്റവും നല്ല ടീം അവരുടെ ടീമായിരിക്കും. കാരണം ഏറ്റവും അധികം പ്ലാൻ കാണിക്കുന്ന ഏറ്റവും പ്ലാനേഴ്സുള്ള ടീമാണ് ഏറ്റവും നല്ല ടീം എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും പ്രൊഡക്റ്റ് നോളജ്, നമുക്ക് ഹെൽത്ത് ക്ലാസ് അതൊക്കെ കൊടുക്കുന്ന ആൾക്കാർ നന്നായിട്ട് അത് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു പ്രത്യേക അപ്രിസിയേഷൻ കിട്ടും. അവർക്ക് അവരുടെ വാല്യൂ തന്നെ വരും. ആ വ്യക്തി വരുന്ന സമയത്ത് തന്നെ നമുക്ക് അവർക്ക് ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടി തോന്നും. സോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഹെൽത്ത് ആവാം, അല്ലെങ്കിൽ തുളസി പെയിന്റ് ആവാം, അഗ്രികൾച്ചർ ആവാം, കാരണം ഇതൊന്നും എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങളല്ല. മറ്റുള്ളവർക്ക് അറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര എക്സ്പേർട്ടായി വേറൊരാൾ പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടൊരു വാല്യൂ നമുക്ക് കിട്ടും. അതേപോലെ ടെക്നിക്കൽ സൈഡ്, നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള കാര്യങ്ങൾ സാറിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ മുഴുവൻ കാര്യങ്ങളും പുള്ളി പറഞ്ഞുതരും, ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാവുന്ന ആൾക്കാർ പറയണം. സൂം, യൂട്യൂബ്, അതേപോലെ ക്യാമ്പുകൾ, അത് ക്ലബ്സ്, ടാർഗറ്റ്, ഈ പറഞ്ഞ പല പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പേർട്ട് ആവുക. ഒരു കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കൂടും. അത് പിന്നെ നിങ്ങളുടെ പിൻ ലെവലോ കാര്യങ്ങളോ ഒന്നും ആളുകൾ ചിന്തിക്കാൻ പോകുന്നില്ല. ആൻഡ് ഫൈനൽ തിങ്സ്, 5ാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലവ് യുവർ വർക്ക്. നിങ്ങൾ സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ട ആർസിയം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ കൂടും. മറ്റുള്ള ആൾക്കാർക്ക് തോന്നണം അദ്ദേഹത്തെ ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആർസ്യം ചെയ്യുന്ന വ്യക്തിയാണ്, കഷ്ടപ്പെട്ട് ചെയ്യുന്ന വ്യക്തിയല്ല. അയാൾക്ക് ശരിക്കും ആർസ്യം അത്ര ഇഷ്ടമാണ് അദ്ദേഹം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവണം നിങ്ങൾ ഭയങ്കര ഈ സിസ്റ്റത്തിനോട്, ഈ ആർസ്യമിനോട് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ പ്രണയത്തിലാണെന്നുള്ള കാര്യം ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാലും നിങ്ങളുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കൂടും. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെ ആൾക്കാർ മനസ്സിലാക്കുക? 1ാമത്തെ കാര്യം, ഹെൽപ്പ് അതേഴ്സ്. നിങ്ങൾ ഈ ആർസ്യം ഉള്ള സമയത്ത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവും യെസ് അദ്ദേഹം ഹാപ്പിയാണെന്ന്. കാരണം സ്വയം പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സമയമില്ല, ഞാൻ ഫുള്ള് ബിസിയാ, അതിനിടയ്ക്ക് നീ ഇത് പറഞ്ഞാൽ ഞാൻ എവിടുന്ന് ചെയ്യാനാ, എനിക്ക് തന്നെ ആ സംഭവം ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പം എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ബട്ട് എല്ലാ കാര്യത്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് തോന്നും, യെസ് ഇയാൾക്ക് ഇതൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് അയാൾക്ക് അറിയുന്നത്? അറിയാനുള്ള കാരണം അയാൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് ആർസിഎമ്മിനെ, അതുകൊണ്ടാണ് അയാൾക്കത് അറിയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ആളുകൾക്ക് തോന്നി യെസ് അദ്ദേഹം ആർസിഎം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അസോസിയേഷൻ വിത്ത് റൈറ്റ് പീപ്പിൾ. എപ്പോഴും നമ്മൾ ആർസിഎമ്മിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം പോസിറ്റീവ് എനർജിയുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും.
എപ്പോഴും ആർ സി എം പൊതുവേ മോശം പേരില്ല, എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ ആർ സി എം ഓൾറെഡി ഇയാൾ പല പല നെറ്റ്വർക്കൊക്കെ വന്നിട്ടുള്ള ആൾ, അയാളുടെ കൂടെയാണ് ഇയാൾ എപ്പോഴും നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ പിൻ ലെവലാണെങ്കിലും എത്ര നല്ല വ്യക്തിയാണെന്ന് എനിക്കറിയാമെങ്കിലും അവർക്കൊരു വാല്യൂ കിട്ടില്ല. എപ്പോഴും റൈറ്റ് അസോസിയേഷൻ, ആർ സി എമ്മിന് ഗ്രോയിങ് ആയിട്ടൊരു വ്യക്തിയുടെ കൂടെയാണ് അദ്ദേഹത്തിന് അസോസിയേഷൻ ഉള്ളത്. എപ്പോൾ നോക്കിയാലും ബട്സാറിന്റെ കൂടെ പുള്ളിനെ കാണാം എന്നുള്ള പോലെ എപ്പോഴും ആൾക്കാർ കാണുന്ന സമയത്ത് അവരുടെ അസോസിയേഷൻ എന്താ നോക്കിയിട്ട് മഴ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വാല്യൂ തരും. ആഡ് എക്സ്ട്രാ. മൂന്നാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം കുറച്ച് എക്സ്ട്രാ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആ ടാർഗറ്റിന്റെ മേലെ നിൽക്കാതെ അതിന്റെ മേലെ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ചെയ്യും. നിങ്ങൾ 10 പേര് മീറ്റിങ്ങിൽ കൊണ്ടുവരാമെന്ന് നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 15 പേര് കൊണ്ടുവരുന്ന സമയത്ത് എന്തായി, നിങ്ങൾ എത്രമാത്രം ആർ സി എമ്മിൽ സന്തോഷമാണ്, നിങ്ങൾ എക്സ്ട്രാ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. യെസ്, അവിടെ പറഞ്ഞതിനേക്കാളും കൂടുതൽ അദ്ദേഹം ചെയ്യുന്നത് എന്ത് കാര്യം, ആർ സി എമ്മിനകത്തുള്ള ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും എക്സ്ട്രാ ചെയ്യുമ്പം അതിനൊരു വാല്യൂ കിട്ടും. നിങ്ങൾ ആർ സി എമ്മിൽ സന്തോഷവാനാണെന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയും. ഇതൊന്നും അല്ലാതെ എന്ത് ചെയ്യണം, നമ്മൾ ചിരിക്കുക, സന്തോഷത്തോടുകൂടി ആർമാദിച്ച് ചിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ കാണുന്ന സമയത്ത് മുമ്പിലുള്ള ആൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണം. യെസ്, പുള്ളി എപ്പോഴും ഹാപ്പി, എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയാണ് പുള്ളിനെ നമ്മൾ കാണാന്നുള്ള പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി, നിങ്ങൾ ഹാപ്പിയാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ആളുകൾ വാല്യൂ തരികയും ചെയ്യും. വി കനോട്ട് ബിക്കം വാട്ട് വി വാണ്ട് ബൈ റിമൈനിങ് വാട്ട് വി ആർ. സോ കീപ് മൂവിങ്. നമ്മൾ ഒരേ അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ചേഞ്ച് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലം വിട്ട് മുമ്പോട്ടേക്ക് മൂവ് ചെയ്തേ പറ്റൂ. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഉള്ള സ്ഥലം വിട്ട് മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുക. വലിയ തോതിലുള്ള സക്സസുകൾ ഈ ഒരു വർഷം 2024 കഴിഞ്ഞ, കാരണം നമ്മളുടെ ലൈഫിൽ നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളതിലല്ല, ഇന്ന് തൊട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിലാണ് എന്റെ സക്സസ്. ഇന്ന് കഴിഞ്ഞ 20 വർഷം നിങ്ങൾ ഫെയിലിയർ ആയിരുന്നു, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, എന്റെ ജീവിതം ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും പടം ഹിറ്റ് ആവുന്നത് ഇന്ന് തൊട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിലാണ്. സോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിടുക. ആർ സി എമ്മിനകത്ത് ജയിക്കാൻ വേണ്ടി ഒരു ഒറ്റ വർഷം കൊണ്ട് എമറാൾഡ് പിന്നിലേക്ക് പോകുന്ന കാലഘട്ടമാണ് അത്. സോ നടക്കാൻ പോകുന്ന കാര്യം എന്താന്നുള്ള കാര്യത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് നടക്കുമെന്നുള്ള